ഹലോ. അമ്പാടി ഞങ്ങളെ അരുവിക്കരത്തെ മടത്തി വെച്ച് ചൊവ്വാഴ്ച ജൂലൈ 30 രാമായണ പാരായണുണ്ടേ. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആശയോട് എവിടെ വെച്ച്? അരുവിക്കര മാങ്കോട്ടുണത്ത് ആ, ഞങ്ങളെ. ആ. അപ്പൊ ആശയോട് ചോദിക്കാം, അത് കഴിഞ്ഞിട്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ നീ കൊണ്ടാക്കിയത് ചൊവ്വാഴ്ച വേണ്ട, ചോദിച്ചു നോക്കാം. ആശയോട് അന്നല്ലേ ഇലക്ഷൻ? അന്നാണ് ഇലക്ഷൻ. ആശയോട് ചോദിച്ചോ. ചേച്ചി കൊടുക്കാം. ഹലോ. ആശേ, ചൊവ്വാഴ്ചയുടെ അന്ന് ജൂലൈ 30 ഞങ്ങളെ അരുവിക്കര മാങ്കോട്ടുണത്തുള്ള വീടുണ്ടല്ലോ, അവിടെ വെച്ച് രാമായണമുണ്ടേ. അതിന് പങ്കെടുക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം പോയാ പോരെ? അത് നാളെ പോവാനേ. അപ്പൊ നീ ചോദിച്ചു നോക്ക്. അമ്പാടിയല്ലേ കൊണ്ടാക്കണത് നാളെ? അമ്പാടിയാണോ നാളെ പിന്നെ കൊണ്ടാക്കണേ? ചേട്ടൻ പറഞ്ഞു ഇവിടുന്ന് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ചേട്ടൻ കൊണ്ടുപോവാൻ. ചേട്ടനെ വരണോന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, കൊണ്ടുപോവാന്ന് പറഞ്ഞു. നീ ചോദിച്ചു നോക്കൂ. ഇങ്ങനെ അവിടെ രാമായണ പാരായണം ഉണ്ട്, അത് ഇലക്ഷനും കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അമ്പാടി കൊണ്ടാക്കുമെങ്കിൽ അങ്ങനെ വന്നാൽ മതിയെന്ന് ചോദിക്കും. അമ്പാടി ചോദിക്കും കൊണ്ടാക്കുമെന്ന്. ബുധനാഴ്ച പോണം. അപ്പൊ ഇത് തന്നെ. അപ്പൊ ഞാൻ പറയാം, പക്ഷെ എനിക്ക് നാളെ വരണോന്ന് ചോദിച്ചായിരുന്നു ചേട്ടനെ. അല്ല, പെർമിഷൻ ഉണ്ടെങ്കിൽ മതി കേട്ടോ, നീ ബുദ്ധിമുട്ടണ്ട. അതിനുവേണ്ടി നീ വഴക്കൊന്നും വേണ്ട. നീ ചോദിച്ചു നോക്ക്, നിനക്ക് അനുവാദം ഉണ്ടെങ്കിൽ മാത്രം. അതിന്റെ ഇഷ്ടം പോലെ നിനക്ക് പെർമിഷൻ കിട്ടുമെങ്കിൽ മാത്രം. പിന്നെ അമ്മാടി അടുത്ത് ചോദിക്കും നിന്നെ ചൊവ്വാഴ്ചയുടെ ഒന്ന് കൊണ്ടാക്കുമെന്ന്, എന്നിട്ട് മതി. ആദ്യം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നതിൽ നിങ്ങൾ അമ്മയ്ക്കും അച്ഛനും അമ്പാടിക്കും ഒബ്ജക്ഷൻ ഇല്ലേന്ന് ചോദിക്കണം. നീ ഇത്ര ദിവസം നിന്നിട്ട് അതൊന്ന്. പിന്നെ രണ്ടാമത് അമ്പാടി കൊണ്ടാക്കുമെന്നും ചോദിക്കണം. എന്നിട്ട് ചോദിച്ചാൽ മതി. പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലാതെ പെർമിഷൻ ഇല്ലാതെ വേണ്ട. ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ചോദിച്ചിട്ടേ നാളെ. അപ്പൊ ചേട്ടൻ നാളെ തന്നെ കൊണ്ടുപോവാനേ. എന്നാ പോയിക്കോ, കുഴപ്പമില്ല. തീർച്ചയായും. അപ്പൊ ഞാൻ എന്തായാലും ചോദിക്കാം. പിന്നെ വലിയ പ്രതീക്ഷ വേണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ ചോദിച്ചു നോക്ക്, നിനക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം കേട്ടാ. നീ ഇങ്ങനെ ചോദിച്ചു നോക്ക്. ഇങ്ങനെ അവിടെ രാമായണ പാരായണം ഉണ്ട്, നിനക്ക് ഇലക്ഷനും ഉണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് നിനക്ക് 2 മണിക്ക് ശേഷം പോകാം, ഊണും കഴിച്ചിട്ട് പോകാം. ചൊവ്വാഴ്ചയായിട്ട് പോന്നെ, പിന്നെ പിറ്റേന്ന് ബുധനാഴ്ച ആയിട്ടെ. അപ്പൊ ഞാൻ എന്തായാലും ചോദിക്കാം. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്ന് വെച്ചാൽ നാളെ ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കാൻ വരണോന്ന് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഇന്ന് പോകാൻ പറ്റാത്തോണ്ടേ. അപ്പൊ നാളെ വരണോ? നീ ചെറുതായിട്ട് സൂചിപ്പിച്ച് നോക്ക്. അനുവാദം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നീ അവിടെ നിൽക്കുന്നോണ്ട് നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. ബിരിയാണി ഉണ്ടാക്കിയാ? ഒഴിച്ച് കഴിച്ചു. ഇനി ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയോ? അരമണിക്കൂർ സഹിച്ചിട്ട് നിന്നെങ്കിൽ, ഒരു അരമണിക്കൂറോടെ നിന്നെങ്കിൽ കഴിച്ചിട്ട് പോവാമായിരുന്നു. അതെ, പിന്നെ ഇവന് രാത്രി ആയി കഴിയുമ്പോ വണ്ടിയുടെ ലൈറ്റിന് പ്രശ്നമുണ്ട്. അപ്പം പിന്നെ കൊണ്ടുവരൂല. നിങ്ങളെല്ലാരും കിടന്നാ? കിടന്നില്ല, സീരിയൽ കാണുന്നു. നീ ചോദിച്ചിട്ട് മതി കേട്ടാ. അത് നിർബന്ധമൊന്നുമില്ല, അനുവാദം ഉണ്ടെങ്കിൽ മാത്രം കേട്ടാ. എന്നാ ശരി.